പണിയെടുക്കണം. റിസ്ക് തേടുമ്പോൾ ഉപജീവനം അന്വേഷിക്കുന്നവർ രണ്ട് കാര്യം അവൻ എപ്പോഴും വേണം. അതുപോലെ തന്നെയാണ് സ്വഭാവത്തിന്റെ കാര്യവും. അൽ അവ്വൽ അൽ ലുജൂഉ ഇലല്ലാഹ്. ഒന്നാമത്തെ കാര്യം റിസ്ക് തേടുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, അള്ളാഹിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. അല്ലെ, റിസ്കിന് വേണ്ടി നമ്മൾ ചോദിക്കാറില്ലേ? അള്ളാഹുവെ എൻ്റെ കച്ചവടം വിജയിപ്പിക്കണേ, എനിക്ക് റിസ്ക് നൽകണേ, പട്ടിണിയിലാക്കരുതേ, ഫഖർ ഉണ്ടാക്കരുത്, ദാരിദ്ര്യം ഉണ്ടാക്കരുത്, ദുആ ചെയ്യാറുണ്ട്. ഇതുപോലെ നിന്റെ സ്വഭാവം മോശമാകാതിരിക്കാൻ, നിന്റെ സ്വഭാവം നന്നാക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്യണം. ദുആ ചെയ്യണം. നമ്മളിൽ എത്ര പേര് ദുആ ചെയ്യാറുണ്ട്? എന്തിന് നമ്മളിൽ ചിലരെങ്കിലും നമ്മുടെ സ്വന്തത്തെക്കുറിച്ചുള്ള ധാരണ എന്താണ്? എന്നെക്കാൾ നല്ലൊരു സ്വഭാവമുള്ള ആൾ ഈ നാട്ടിൽ പരിസരത്ത് വേറെ ആളില്ലാന്ന്, എന്നെക്കാൾ മെച്ചപ്പെട്ടൊരു സ്വഭാവമുള്ള ആൾ വേറെ ഇല്ല എന്ന് ധരിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നെ നീ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നന്നാക്കാനുണ്ട് എന്ന തിരിച്ചറിവ് അത് ഈ പറഞ്ഞ കാര്യത്തിൽ ആദ്യം വേണ്ടതാണ്. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞു, ഒരു മനുഷ്യൻ തനിച്ച വിവരമില്ലാത്തവനാണ്, വിവരം കെട്ടവനാണ്, തനിച്ച ജാഹിലാണ് എന്നതിൻ്റെ അടയാളമാണ് അവന് സ്വന്തം തിന്മകളെ കുറിച്ച് എണ്ണി പറയാൻ കഴിയാതിരിക്കൽ, അവനവൻ്റെ തെറ്റുകൾ, എൻ്റെ അടുത്തുള്ള കുറവുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലാതിരിക്കൽ ഒരാൾ വിവരമില്ലാത്തവൻ ആണ് എന്നതിൻ്റെ അടയാളമാണ്. നീ ഇപ്പോൾ നിന്നോട് ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റുന്നത് ഇന്ന കാര്യങ്ങൾ എൻ്റെ അടുത്തുള്ള കുറവാണ്, ഞാൻ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്, എൻ്റെ അഖീദയിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ